തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങൾ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ടേ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവ് കുട്ടി അല്ല ഭാര്യ ഭർത്താവ് കുട്ടി. എന്താ ഇവിടെ പ്രശ്നം? ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. കല്യാണം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ വെർച്വലി ഒരു നാടുണ്ടാവില്ല. മതി 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 മതി, ഇനി ഒരു അക്ഷരം പറയണ്ട. പറഞ്ഞ കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി എതിർക്കുകയാണ്. വിവാഹമില്ലാതായാലാണ് കുടുംബമില്ലാതാകുക എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ മനുഷ്യരുടെ മുഴുവൻ ചരിത്രത്തെ റദ്ദ് ചെയ്യാണ്. ഈ വിവാഹം എന്നാ ഉണ്ടായത്? ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകാരും ജ്വല്ലറി ഷോപ്പുകാരും കൂടിയല്ലേ സാറേ ഈ വിവാഹമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? കല്യാണങ്ങൾ ഇത് രണ്ട് പേര് തമ്മിലുള്ള വിവാഹത്തിൽ രണ്ട് കുടുംബങ്ങളുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ സ്വത്ത് മുഴുവൻ ഇല്ലാതായി പോകുന്ന ഒരു വൃത്തികെട്ട സംവിധാനമാണ് ഇപ്പം വിവാഹം. ആരോടും പറയുന്നു വേണ്ട കേട്ടോ, ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ യങ് ജനറേഷൻ മാറി ചിന്തിക്കും. അവർ പെട്ടെന്ന് കല്യാണം വേണ്ടെന്ന് പറയും. ഈ തീരുമാനം എടുക്കുന്ന പലപ്പോഴും പെൺകുട്ടികളാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ആവശ്യമാണ്. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? What are you fearing about marriage? വിവാഹം കഴിഞ്ഞാൽ കുടുംബം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ, എന്നാലേ സമൂഹം ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ അച്ഛനാരാ? സ്കൂളിൽ പോകുമ്പോ കോളത്തിൽ ആരെ ഫില്ല് ചെയ്യും? അവിടെ അമ്മയുടെ പേര് വെക്കാം. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. അച്ഛന്റെ പേര് വേണ്ടേ? അച്ഛന്റെ പേര് ആവശ്യമില്ല. എന്തോ നാടായത്. രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട്, മോനെ രാഹുലേ, നിന്നോടൊരു സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ വെക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. സയന്റിഫിക്കലി അച്ഛൻ ആരാന്ന് തെളിയിക്കാം. നിന്റെ വിചാരം എന്തുവാ? നീ വലിയ മിടുക്കനാന്നോ? മര്യാദക്കാണെങ്കിൽ ഞാൻ വടക്കൻ, ഇല്ലെങ്കിൽ മഹാബടക്കൻ. ഞാൻ സാറിന്റെ അമ്മ ആരാണെന്ന് പറഞ്ഞാലും സാറിന്റെ അമ്മ ആരാന്ന് പറഞ്ഞാലും ഒരു അച്ഛനല്ലേ ഉള്ളൂ DNA-യിൽ. അതെ അതെ അല്ലാണ് സാർ ഈ ചിന്താധാരയുടെ അപകടം ഇതാണ്. അടിസ്ഥാനപരമായ അച്ഛനും അമ്മയും ഇല്ലെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനല്ല. എന്ത് പറ്റിയടാ? ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ കാലം കുറെ നമ്മൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ട്രാൻസ്മാനും ട്രാൻസ് വുമണും ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്മാനും സിസ് വുമണും ആണെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാം. ട്രാൻസ്മാനും കല്യാണം കഴിക്കുന്നില്ല. ഇതൊക്കെ എങ്ങോട്ടാ വിരൽ ചൂണ്ടി പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും കുത്തും ഞാൻ. നേരത്തെ കുത്തും. മാരേജിൽ ഇത്രയും പ്രധാനമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മാരേജ് റൈറ്റ്സിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്? കല്യാണം കഴിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് പഠിക്കുന്ന കാലത്ത് പഴയ കാലത്തൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്തിയ സാധനമാണ്. പറ്റിപ്പോയി. ലോകത്തിൽ വെൽഫെയർ സ്റ്റേറ്റുകളാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് എന്നിട്ട് പിന്നെ അങ്ങനെ ഈ അതുകൊണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു സമൂഹത്തിന്റെ അല്ല, സമൂഹം അവർക്ക് കെയർ ചെയ്യാം. എന്റെ കുഞ്ഞ് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ല നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യം കുറെ കാലം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിക്കാം. ആണ് വേണ്ടെന്ന് പറഞ്ഞാലേ ആ സ്ത്രീ കൊണ്ടുപോയി പറയും വർഷങ്ങളോളം അതിനുള്ള വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങൾ മനസ്സിൽ പോലും വരുന്നുള്ളൂ. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ആദ്യം തൊട്ടേ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവ് കുട്ടി അല്ല ഭാര്യ ഭർത്താവ് കുട്ടി. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ?